ഹായ് ഹലോ നമസ്കാരം. പേജ്3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാജ്യസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻകാല ചോദ്യങ്ങളിൽ നിന്നൊരു ചോദ്യം, രാജ്യസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് റിലേറ്റ് ചെയ്തിട്ട് രാജ്യസഭയുമായി ബന്ധപ്പെട്ടുള്ള കുറേയധികം ഫാക്റ്റുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കാണാത്തവർ നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് ICDS സൂപ്പർവൈസർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്ത് നമ്മുടെ യൂട്യൂബിനകത്തുണ്ട്. ആ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ക്ലാസ് ഒന്ന് പോയി കാണുക. അതിനുശേഷം ഈ ക്ലാസ് കാണുക. കാരണം അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഭാഗം 2 ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഏതാണ് മുൻകാല ചോദ്യങ്ങൾ, രാജ്യസഭ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ ഭാഗം 2 ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് കാണുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ പറഞ്ഞ ICDSമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകൾ നൽകുന്നതിന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ക്ലാസ്സുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ടുള്ളൊരു സൗജന്യ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്യുക. അതിനകത്ത് നമ്മൾ അപ്ഡേറ്റ്സുകളൊക്കെ അതിനകത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കിട്ടാത്തവർ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ വാട്സപ്പ് ചെയ്യുക. 9747886626 എന്ന് പറയുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ ആ ലിങ്ക് അയച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾ ആ ചുവടെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും സാധിക്കും. കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യുക. സോ നമ്മളതിൻ്റെ ഭാഗം 2 ആണ്. നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ ഭാഗം 1-ലെടുത്ത കുറേയധികം കാര്യങ്ങൾ ചോദ്യം ചോദിച്ചിട്ടേ നമ്മളിത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങളായിട്ട് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. ഓരോ ചോദ്യത്തിനും 1 അതിൻ്റെ ഉത്തരം ഇതാണ്, 2 അതിൻ്റെ ഉത്തരം ഇതാണ്, 3 അതിൻ്റെ ഉത്തരം ഇതാണെന്നുള്ളത് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. കാരണം നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളറിയാം. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നിങ്ങൾ പഠിക്കുന്നുള്ളതുകൊണ്ടാണല്ലോ, നിങ്ങൾക്ക് ഉത്തരം അറിയുന്നതുകൊണ്ടാണല്ലോ കമൻറ്റ് ചെയ്യുന്നത്. ഈ ഉത്തരം അറിയാൻ കാരണം ഈ കഴിഞ്ഞ ക്ലാസ് യൂസ്ഫുൾ ആയതുകൊണ്ട്, നിങ്ങൾ പഠിച്ചതുകൊണ്ടുമാണ്. നമ്മളൊരു ക്ലാസ് എടുത്തുകൊണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അതെല്ലാം കിട്ടണമെന്നില്ല. കാരണം ആ ക്ലാസ് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി, നിങ്ങളുടെ മൈൻഡ് ആ ക്ലാസ്സിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ. ഒരാൾക്ക് ഒരു ക്ലാസ് ഒരു 20-25 മിനിറ്റൊക്കെ നമ്മൾ ക്ഷമയോടിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈ വിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം അത്തരത്തിലുള്ള ക്ലാസ്സുകൾ, മാക്സിമം ഫാക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ ചെറിയ രീതിയിൽ തരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്കൊക്കെ നമുക്ക് ക്ലാസ്സുകൾ തരാം. ഓക്കെ, നോക്കുക. ആദ്യത്തെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രാജ്യസഭ രൂപീകരിച്ചത് എന്ന്. ഓക്കെ, ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ ക്ലാസ് തന്നിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വർഷമൊക്കെ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ മറന്നു പോയെങ്കിൽ ഒന്ന് ഓർത്തെടുത്തോ. സമയം വേണ്ട, ഒരു പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. രാജ്യസഭ രൂപീകരിച്ചത് എന്ന് എഴുതിയോ, കമൻറ്റ് ചെയ്തോ. രാജ്യസഭ രൂപീകരിച്ചതെന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ, സമയമില്ല. ഓക്കെ, രാജ്യസഭ രൂപീകരിച്ചതെന്ന്. അടുത്തത്, ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായിട്ടുള്ളത്? ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായിട്ടുള്ളത്? ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ച്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ അനുസരിച്ച്, അല്ലെങ്കിൽ അനുച്ഛേദം അനുസരിച്ചാണ് എന്ത് രാജ്യസഭ രൂപീകൃതമായിട്ടുള്ളത്? 2 ഓക്കെ, രണ്ടാമത്തെ ഏതാ അനുച്ഛേദം എന്നുള്ള കമൻറ്റ് ചെയ്തില്ലേ. സമയം വേണ്ട, ഒരു പോസ്റ്റ് ചെയ്തോട്ടോ. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ നിന്ന് 3-ാമത്തെയാണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ. അടുത്തത്, രാജ്യസഭയുടെ കാലാവധി എത്രയാണ്? രാജ്യസഭയുടെ കാലാവധി എത്ര വർഷമാണ്? രാജ്യസഭയുടെ കാലാവധി എത്ര വർഷമാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്തോ. ഓക്കെ, രാജ്യസഭയുടെ കാലാവധി എത്ര വർഷമാണ്? പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ. അടുത്തത്, രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഓക്കെ, വഹിക്കുന്നതാരാണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ. ഓക്കെ, അപ്പോൾ 5 ചോദ്യങ്ങളാണ്. ഉത്തരം എഴുതാത്തവർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പോസ് ചെയ്താൽ നിങ്ങൾക്ക് 5 ചോദ്യം കിട്ടും. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓരോ ചോദ്യത്തിൻ്റെയും നോക്കുക, ഉത്തരം എന്ത് 1 ഇതാണ് നിങ്ങൾ എഴുതുക. ഓക്കെ, എഴുതിയിട്ട് എന്താണ് പേര് കൃത്യമായിട്ട് എഴുതണം. ഓക്കെ, എഴുതിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ 5 ചോദ്യങ്ങൾ നമ്മളിവിടെ ചോദിച്ചു. 5 എണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നമ്മൾ ഉത്തരങ്ങൾ നോക്കിയ ശേഷം നിങ്ങൾ ടോട്ടൽ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയാം, തിങ്കളാഴ്ചയാണ് നമ്മുടെ പുതിയ ബാച്ച്. ഓക്കെ, പുതിയ ബാച്ച് സെപ്റ്റംബർ 9 തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത്. ICDS സൂപ്പർവൈസറുടെ പുതിയ ബാച്ച്, അതായത് 2-ാമത്തെ ബാച്ച്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞാണ് 2-ാമത്തെ ബാച്ചാണ്. അപ്പോൾ അതിലേക്കുള്ള അഡ്മിഷൻ നിങ്ങൾ ഇന്ന് തന്നെ ബ്ലോക്ക് ചെയ്തിടുക. നിങ്ങളുടെ പേരൊന്ന് ബ്ലോക്ക് ചെയ്തിട്ടാൽ മതി. നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കില്ലെങ്കിൽ ജസ്റ്റ് പേരൊന്ന് ബ്ലോക്ക് ചെയ്തിടുക. കാരണം നമുക്ക് അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ നമുക്ക് അഡ്മിഷൻ അത് റീ ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ആപ്ലിക്കേഷൻ വഴി ആയതുകൊണ്ടും നിങ്ങളുടെ കാര്യങ്ങൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്ത ഒരു ബാച്ച് പിന്നെ ഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് ആളെ കയറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പേരെന്ത് ചെയ്യുക, ഒന്ന് മുൻകൂട്ടി വിളിച്ച് പറയുക.
അത്തരത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇപ്പോൾ അല്ല 2 ദിവസം കഴിഞ്ഞിട്ടേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് പേരൊന്ന് വിളിച്ച് ബ്ലോക്ക് ചെയ്യുക. പേരും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നിങ്ങളുടെ അഡ്മിഷൻ ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തിടും. അതിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ വിളിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ നാളേക്ക് മാറ്റി വെക്കരുത്. നിങ്ങൾക്ക് 9747886626 എന്ന് പറയുന്ന പെജിത്തെ അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും, പറഞ്ഞു തരും. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ബാച്ചാണ്, കോഴ്സാണ്. പരീക്ഷ വരെ നിങ്ങൾക്ക് ക്ലാസ്സുകളും അപ്ഡേറ്റ്സും സപ്പോർട്ടും എല്ലാം നമ്മൾ ഇതിനകത്തുണ്ടാവും. മെൻറ്റർ സപ്പോർട്ട്, പരീക്ഷ, ലൈവ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. കൃത്യമായിട്ടുള്ള സിലബസ് അടിസ്ഥാനത്തിൽ നമ്മൾ റിവിഷൻ ചെയ്തു തന്നെയാണ് പോകുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ചൂടെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ക്ലിയർ അല്ലേ? സോ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. രാജ്യസഭ രൂപീകരിച്ചത് 1952 ഏപ്രിൽ 3. ഇങ്ങനെ തന്നെ എഴുതാം, കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. 52 മാത്രം എഴുതിയിട്ട് കാര്യമില്ല. 52 ഏപ്രിൽ 3, 1952 ഏപ്രിൽ 3 എന്ന് എഴുതിയാൽ മാത്രമേ ഞാൻ ഒരു മാർക്ക് തരുള്ളൂ. ഓക്കെ, അടുത്തത് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായത്? 80-ാം വകുപ്പ് അനുസരിച്ച്. 80-ാം വകുപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 80, അനുച്ഛേദം 80 എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്കാണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 9 ആണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. മൂന്നാമത്തെ ചോദ്യം 4. രാജ്യസഭയുടെ കാലാവധി 6 വർഷം എഴുതിയിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. എത്രയാണ്? കാലാവധി ഇല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞതാണ്. കാലാവധി ഇല്ല. അംഗങ്ങളുടെ കാലാവധിയാണ് 6 വർഷം. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞതാണ്. 5-ാമത്തെ ചോദ്യം രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? അത് ഉപരാഷ്ട്രപതിയാണ്. ഓക്കെ, ഉപരാഷ്ട്രപതിയാണ് കേട്ടോ. ചെയർമാൻ എന്ന് എഴുതാം, പക്ഷേ ഉപരാഷ്ട്രപതി കറക്റ്റായിട്ട് എഴുതാണെങ്കിൽ ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്ന ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും. അദ്ദേഹമാണ് ചെയർമാൻ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ? സോ 5 ചോദ്യങ്ങൾ, 5 ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കൃത്യമായിട്ട് 5 എണ്ണം കിട്ടിയവർ, ഫുൾ മാർക്ക് കിട്ടിയവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു, സാർ ഫുൾ മാർക്ക് കിട്ടിയെന്ന്. കുഴപ്പമില്ല, നമ്മൾ മറ്റേ ക്ലാസ് ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ ഈ ക്ലാസ്സിൽ കൂടുതൽ ഫാക്റ്റുകൾ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, നോക്കുക, ഒരു വ്യക്തി എത്ര പ്രാവശ്യം വേണമെങ്കിലും തിരഞ്ഞെടുക്കപ്പെടാനും നാമനിർദ്ദേശം ചെയ്യപ്പെടാനും യോഗ്യനാണ്. ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരിക എന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു വ്യക്തി എത്ര പ്രാവശ്യം വേണമെങ്കിലും രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെടാനും നാമനിർദ്ദേശം ചെയ്യപ്പെടാനും യോഗ്യനാണ്. ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? സോ അടുത്തത് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട്. ഓക്കെ, റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1951 പ്രകാരം രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, 6 വർഷമാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എങ്കിലും ആ ആക്ട് ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് വീണ്ടും എടുത്ത് പറഞ്ഞത്. ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1951 പ്രകാരമാണ് രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി 6 വർഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും ഉപരാഷ്ട്രപതി ആയിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ? ഇനി ഇതിവിടെ എടുത്ത് പറയാൻ കാര്യം രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉപരാഷ്ട്രപതി, ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണോ അദ്ദേഹം തന്നെയായിരിക്കും ആദ്യ ചെയർമാനും. അങ്ങനെ കണക്ട് ചെയ്താൻ പറ്റില്ലേ? നിങ്ങൾക്ക് കണക്ട് ചെയ്യല്ല, അങ്ങനെ തന്നെയാണ്. ഓക്കെ, രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ. കാരണം ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അല്ലേ? അപ്പോൾ ആ ഉപരാഷ്ട്രപതി തന്നെയായിരിക്കുമല്ലോ രാജ്യസഭയുടെ ചെയർമാനായിട്ട് വരുന്ന ഉപരാഷ്ട്രപതി അദ്ദേഹം തന്നെയല്ലേ? അപ്പോൾ ആദ്യ ഉപരാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാലും ആദ്യത്തെ ചെയർമാൻ, രാജ്യസഭാ ചെയർമാൻ ആരെന്ന് ചോദിച്ചാലും നമുക്ക് ഒറ്റത്രയേ ഉള്ളൂ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. സോ രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയുടെ ചെയർമാൻ ആയിരുന്നത് ആരാണ്? ഡോക്ടർ ഹമീദ് അൻസാരിയാണ്. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയുടെ ചെയർമാൻ ആയിരുന്ന ആരാണ്? ഡോക്ടർ ഹമീദ് അൻസാരിയാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ആര്? രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ എങ്കിൽ ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയുടെ ചെയർമാൻ ആയിരുന്ന വ്യക്തി ഡോക്ടർ ഹമീദ് അൻസാരിയാണ്. ഡോക്ടർ ഹമീദ് അൻസാരിയാണ് ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയുടെ ചെയർമാൻ ആയിരുന്നത്. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയുടെ ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ ഹമീദ് അൻസാരിയാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനെ പറ്റി മനസ്സിലായി, ഹമീദ് അൻസാരിയെ പറ്റി മനസ്സിലായി, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് രാജ്യസഭാ ചെയർമാനായ ആദ്യ മലയാളിയാണ് KR നാരായണൻ. ഓക്കെ, KR നാരായണൻ, അതായത് രാജ്യസഭാ ചെയർമാനായ ആദ്യ മലയാളി. രാജ്യസഭാ ചെയർമാനായിട്ടുള്ള ആദ്യ മലയാളിയാണ് KR നാരായണൻ. രാജ്യസഭാ ചെയർമാനായ ആദ്യ മലയാളിയാണ് KR നാരായണൻ എന്നറിയപ്പെടുന്നത്. ഇനിയോ ചെയർമാൻ്റെ അഭാവത്തിൽ രാജ്യസഭാ നടപടികൾ നിയന്ത്രിക്കുന്നത് ഡെപ്യൂട്ടി ചെയർമാനാണ്. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ?
ചെയർമാൻ്റെ അഭാവത്തിൽ, അതായത് ഉപരാഷ്ട്രപതി ഇല്ലെങ്കിൽ ഉപരാഷ്ട്രപതി എന്താണ് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ പറയുന്ന ചെയർമാൻ പദവിയിൽ ഇരുന്നുകൊണ്ട് അധ്യക്ഷത വഹിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കും രാജ്യസഭയുടെ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയിട്ടുള്ള ആദ്യ വനിത ആര് എന്ന് ചോദിച്ചാൽ അത് ശ്രീമതി വയലറ്റ് ആൽവെയാണ്. അതായത് രാജ്യസഭാ ചെയർമാനായ ആദ്യ മലയാളി ആരെന്ന് നമ്മൾ നോക്കി. രാജ്യസഭാ ചെയർമാനായ ആദ്യ മലയാളിയാണ് KR നാരായണൻ. എന്നാൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയിട്ടുള്ള ആദ്യ വനിതയാണ് വയലറ്റ് ആൽവ. ആദ്യ വനിത, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയിട്ടുള്ള ആദ്യ വനിത, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയിട്ടുള്ള ആദ്യ വനിത എന്ന് പറയുന്നത് ആരാണ്? അത് ശ്രീമതി വയലറ്റ് ആൽവയാണ്. ശ്രീമതി വയലറ്റ് ആൽവയാണ്. ഓക്കെ, അതായത് ചെയർമാൻ്റെ അഭാവത്തിൽ രാജ്യസഭാ നടപടികൾ നിയന്ത്രിക്കുന്ന ഡെപ്യൂട്ടി ചെയർമാനാണല്ലോ. അത്തരത്തിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയിട്ടുള്ള ആദ്യത്തെ വനിത ആര് എന്ന് ചോദിച്ചാൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആണ് കേട്ടോ. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയിട്ടുള്ള ആദ്യത്തെ വനിതയാണ് വയലറ്റ് ആൽവ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം നിങ്ങൾ MM ജേക്കബ് എന്ന് പറയണം. അതായത് നോക്കുക, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായിട്ടുള്ള ആദ്യ മലയാളി ചോദിച്ചാൽ MM ജേക്കബും രാജ്യസഭാ ചെയർമാനായിട്ടുള്ള ആദ്യ മലയാളി എന്ന് പറയുമ്പോൾ രാജ്യസഭയുടെ ചെയർമാനാണ് അല്ലേ. ഇത് രാജ്യസഭയുടെ ചെയർമാനാണ്. കാരണം ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും ഉപരാഷ്ട്രപതി ആയിരിക്കും. ഉപരാഷ്ട്രപതിയാണ് ചെയർമാൻ്റെ സ്ഥാനത്തേക്ക് വരുന്നത്. അങ്ങനെ രാജ്യസഭയുടെ ചെയർമാനായ ആദ്യം മലയാളി ചോദിച്ചാൽ KR നാരായണൻ്റെ പേരും. എന്നാൽ ചെയർമാൻ്റെ അഭാവത്തിൽ ഡെപ്യൂട്ടി ചെയർമാനാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യം മലയാളി ആരെന്ന് ചോദിച്ചാൽ MM ജേക്കബും. അപ്പോൾ രാജ്യസഭയുടെ ചെയർമാനായ ആദ്യ മലയാളി KR നാരായണൻ, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യ മലയാളി MM ജേക്കബ്. വ്യത്യാസം മനസ്സിലായില്ലേ? ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും. ചെയർമാൻ എപ്പോഴും ഉപരാഷ്ട്രപതി ആയിരിക്കും. ആ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായിട്ടുള്ള ആദ്യ മലയാളി MM ജേക്കബ്, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ ആദ്യ വനിത ചോദിച്ചാൽ വയലറ്റ് ആൽവ. ഏറ്റവും കൂടുതൽ തവണ രാജ്യസഭാ ഉപാധ്യക്ഷയായിട്ടുള്ള അല്ലെ, ഡെപ്യൂട്ടി ചെയർമാനാണ് അധ്യക്ഷൻ എന്ന് പറയുന്നത്, ചെയർമാൻ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് ഉപാധ്യക്ഷൻ അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ രാജ്യസഭാ ഉപാധ്യക്ഷയായിട്ടുള്ള വ്യക്തിയാണ് നജ്മ ഹെപ്തുള്ള. 4 പ്രാവശ്യമാണ് അവരായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ രാജ്യസഭാ ഉപാധ്യക്ഷയായിട്ടുള്ള വ്യക്തിയാണ് നജ്മ ഹെപ്തുള്ള. വയലറ്റ് ആൽവയുടെ കേസ് എന്താണ്? വയലറ്റ് ആൽവ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയിട്ടുള്ള വനിതയാണ് അല്ലേ. ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയിട്ടുള്ള വനിതയാണ് വയലറ്റ് ആൽവ എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ രാജ്യസഭാ ഉപാധ്യക്ഷയായിട്ടുള്ള വ്യക്തിയാണ് നജ്മ ഹെപ്തുള്ള. 4 പ്രാവശ്യം. നജ്മ ഹെപ്തുള്ള 4 പ്രാവശ്യം. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ ഉപാധ്യക്ഷയായിട്ടുള്ള വ്യക്തി നജ്മ ഹെപ്തുള്ള. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് ഭാരതി ഉദയഭാനു. ഓക്കെ, അപ്പോൾ ഇത് മലയാളി വനിതയാണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത, അതായത് ചെയർമാനോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാനോ ആയിട്ടൊന്നും അല്ല, അംഗമായിട്ട് അല്ലേ. കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ആര് എന്ന് ചോദിച്ചാൽ അത് ഭാരതി ഉദയഭാനു ആണ്. ഓക്കെ, എല്ലാവരെയും ചെയർമാനായിട്ടും അതുപോലെ തന്നെ ഡെപ്യൂട്ടി ചെയർമാനായിട്ടാണല്ലോ അംഗങ്ങളും വേണ്ടേ അല്ലേ. അത്തരത്തിൽ കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് ഭാരതി ഉദയഭാനു. അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് നോക്കുക. അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് എന്ന് പറയുന്ന കൃതി രചിച്ചിട്ടുള്ളത് ഭാരതി ഉദയഭാനുവാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന കൃതി VT ഭട്ടതിരിപ്പാടാണ്. നമ്മൾ നവോത്ഥാനം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്ന് പറയുന്ന കൃതി രചിച്ചത് ഭാരതി ഉദയഭാനുവാണ്. ഈ ഭാരതി ഉദയഭാനുവിന്റെ പ്രത്യേകത കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് നോക്കുക. കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത, കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് ഭാരതി ഉദയഭാനു. ആ ഭാരതി ഉദയഭാനുവിന്റെ കൃതിയാണ് അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക്. അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് എന്ന് പറയുന്നത്, അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് ഭാരതി ഉദയഭാനു, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. ഓക്കെ, രണ്ടും മാറിപ്പോകരുത്. അതിനാണ് ഞാനത് ഒപ്പം പറഞ്ഞത്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് KM പണിക്കറാണ്. സർദാർ KM പണിക്കർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യ മലയാളി. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ചോദിച്ചാൽ ഭാരതി ഉദയഭാനുവാണ്. എന്നാൽ വനിതയല്ല അവിടെ ചോദിക്കുന്നത്, ആദ്യ മലയാളി ആര്? ഓക്കെ, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് KM പണിക്കറാണ്. സർദാർ KM പണിക്കറാണെന്ന കാര്യം ഓർത്തു വയ്ക്കുക. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യ മലയാളി ആരാണ്? അത് KM പണിക്കറാണ്, സർദാർ KM പണിക്കറാണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ ഉപാധ്യക്ഷയായ വ്യക്തി നജ്മ ഹെപ്തുള്ള,
കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ഭാരതി ഉദയഭാനു. അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് എന്ന കൃതി രചിച്ചത് ഭാരതി ഉദയഭാനു. അതുപോലെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യ മലയാളിയാണ് KM പണിക്കർ. സർദാർ KM പണിക്കർ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം. അടുത്തത് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യ മലയാള സിനിമാ നടനാണ് സുരേഷ് ഗോപി. ഓക്കെ, അപ്പോൾ നമ്മൾ മലയാളികളുടെ കേസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? മലയാളി അല്ലെങ്കിൽ മലയാള സിനിമാ നടനാണ് സുരേഷ് ഗോപി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യ മലയാള സിനിമാ നടനാണ് സുരേഷ് ഗോപി. നാമനിർദ്ദേശം ചെയ്യുന്നതും തിരഞ്ഞെടുക്കപ്പെടുന്നതും രണ്ടാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നത് വേറെയാണ്, നാമനിർദ്ദേശം ചെയ്യുന്ന ആ 12 പേരുണ്ടല്ലോ, ആര്? രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്, അത്തരത്തിലാണ്. അപ്പം നാമനിർദ്ദേശം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ രാഷ്ട്രപതിയാണ്. തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന 238 പേരുടെ കേസിലില്ലേ, അതിൽ പെടും. നാമനിർദ്ദേശം എന്ന് പറയുമ്പോൾ ആ 12 പേരിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യ മലയാള സിനിമാ നടനാണ് സുരേഷ് ഗോപി. ഇനിയോ രാജ്യസഭയുടെ ചെയർമാനാണ്. ചെയർമാൻ എപ്പോഴും ഉപരാഷ്ട്രപതിയാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുമ്പോൾ, ഈ കാര്യം പറയാനാണ് അവിടെ ഒന്നുകൂടി പറഞ്ഞത്, ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുമ്പോൾ അദ്ദേഹം രാജ്യസഭാ ചെയർമാനായി പ്രവർത്തിക്കാൻ പാടില്ല. നമ്മൾ മുൻപേ പറഞ്ഞു ഓൾറെഡി. അത് ഓൾറെഡി ഞാൻ അതിനുശേഷം ഒന്ന് നിങ്ങൾക്ക് പോയിന്റായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും ഉപരാഷ്ട്രപതി ആയിരിക്കും. ആ പോയിന്റ് ഒന്ന് നിങ്ങൾ വീണ്ടും ഞാനത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? കാരണം പറഞ്ഞുതരാം. രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതി ആയിരിക്കും. അതായത് ഈ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുമ്പോൾ, കാരണം രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ആ ചുമതലകൾ വഹിക്കേണ്ടത് ഉപരാഷ്ട്രപതിയാണ്. അത്തരത്തിൽ ഉപരാഷ്ട്രപതി എന്നാൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുന്ന സമയത്ത് അദ്ദേഹം രാജ്യസഭാ ചെയർമാനായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. അപ്പോൾ ആ സമയത്ത് അപ്പോൾ രാജ്യസഭയുടെ ചെയർമാനായിട്ട് ആരുണ്ടാവില്ല? ഉപരാഷ്ട്രപതി ആയിട്ടുള്ള വ്യക്തി ഉണ്ടാവില്ല. അപ്പോൾ ഈ ചെയർമാന് പകരം, ചെയർമാൻ്റെ അഭാവത്തിൽ ആരാണ് രാജ്യസഭയുടെ കാര്യങ്ങൾ നോക്കേണ്ടത്? ഡെപ്യൂട്ടി ചെയർമാനാണ്. അതാണ് ഡെപ്യൂട്ടി ചെയർപേഴ്സൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഡെപ്യൂട്ടി ചെയർമാനായിട്ടുള്ള മലയാളിയെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി ചെയർമാൻ്റെ അഭാവത്തിൽ ഡെപ്യൂട്ടി ചെയർമാനാണ് രാജ്യസഭാ അധ്യക്ഷൻ. കേട്ടോ, ചെയർമാൻ്റെ അഭാവത്തിൽ ഡെപ്യൂട്ടി ചെയർമാനാണ് രാജ്യസഭാ അധ്യക്ഷൻ. ഡെപ്യൂട്ടി ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് സഭാംഗങ്ങൾ തന്നെയാണ്. അതായത് ഈ ചെയർമാൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതി ആയിരിക്കും, അതിനകത്ത് മാറ്റം ഉണ്ടാവില്ല. ഇനി ഡെപ്യൂട്ടി ചെയർമാനെ സഭയിൽ അംഗങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഡെപ്യൂട്ടി ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് സഭാംഗങ്ങൾ തന്നെയാണ്. ഡെപ്യൂട്ടി ചെയർമാനെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? സഭയിലെ അംഗങ്ങൾ തന്നെയാണ്. ക്ലിയർ അല്ലേ? സോ നമ്മൾ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? കുറേ പേരുകളൊക്കെ കിട്ടി. അയ്യോ എന്തൊക്കെയോ പേരുകൾ പറഞ്ഞു എന്ന് വിശ്വസിക്കാറുണ്ട്. ക്ലാസ് ഒന്ന് ജസ്റ്റ് ക്ലിയർ ആവാത്തവർ, അതായത് പേരുകൾ മൈൻഡിൽ രജിസ്റ്റർ ആവാത്തവർ ഒന്നും കൂടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കിട്ടും. ഈ ഒരു പോർഷൻ മാത്രം കണ്ടാൽ മതി, ആ പറയുന്ന പോർഷൻ മാത്രം കണ്ടാൽ മതി. നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്താൽ അത് ബോറല്ലേ? അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 9-ാം തീയതി സെപ്റ്റംബർ 9 തിങ്കളാഴ്ചയാണ്. അതൊന്നുകൂടി എടുത്ത് പറയുകയാണ്. അഡ്മിഷൻ ക്ലോസ് ആയിട്ട് അവസാനം സാർ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാതിരിക്കാനാണ് നമ്മളത് എടുത്ത് പറയുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഇന്ന് തന്നെ നിങ്ങളുടെ പേര് ബ്ലോക്ക് ചെയ്യുക. ഇന്ന് തന്നെ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അഡ്മിഷൻ എടുക്കുന്നത് തന്നെയായിരിക്കും. പേര് ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്കത് ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പേര് നിങ്ങൾ പറഞ്ഞു വെക്കുക. ഇൻ കേസ് നിങ്ങളെ വിളിച്ചിട്ടായിരിക്കും നമ്മൾ അഡ്മിഷൻ എന്തായാലും ക്ലോസ് ചെയ്യുന്നത്. അല്ലാത്തവർ വിളിച്ച് കഴിഞ്ഞാൽ സാർ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക, അല്ലെങ്കിൽ പേരൊന്ന് രജിസ്റ്റർ ചെയ്തിടുക. ക്ലിയർ അല്ലേ? അതുപോലെ നമ്മുടെ സൗജന്യ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ചുവടെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.